വെൽക്കം ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ വിത്ത് ജിൻസി. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞങ്ങൾ ഉറങ്ങി എണ്ണിച്ച് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി ഷിഫ്റ്റ് ഇവിടുണ്ട്. ആയി പറ നിച്ചു ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. ആദ്യം തന്നെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയിക്കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ച് അത് കഴിഞ്ഞിട്ടാണ് രാവിലത്തെ പരിപാടിയിലേക്ക് പോകുന്നത്. നോ ഷിറ്റു നോ. എന്തോ പരിപാടി? സ്വന്തമായിട്ടൊരു കാപ്പി ഉണ്ടാക്കിയിട്ടോട്ട് എനിക്ക് വേണമെന്ന് പോലും ചോദിച്ചില്ല. നിച്ചുമോടെ കുറുക്കിൻ്റെ ടൈമായി. അപ്പോൾ ഞാൻ അവൾക്ക് ആപ്പിൾ പ്യൂരി കൊടുക്കുമായിരുന്നു ഇന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഷിറ്റുവിനെയും കൊണ്ട് GP സർജറി പോകണം. അപ്പോൾ നമ്മൾ ഇവിടെ സർജറി വന്നേക്കുവാണ് ഇന്ന്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂ വാക്സിനേഷൻ ഉണ്ട് ഷിറ്റുവിന്. അത് ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും എടുക്കുന്നേ ഈ വിൻ്റർ സമയത്തൊക്കെ. ഫ്ലൂ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും അങ്ങനെ ഈ വാക്സിനേഷൻ എടുക്കാറുണ്ട്. പക്ഷെ അത് കമ്പൽസറി അല്ല, നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, ഒരു മാൻഡേറ്ററി ഒന്നും അല്ല. ഞാനിവിടെ വന്നിട്ട് 5 വർഷമായി. ഞാനാകെ ഇപ്പം ഒരു പ്രാവശ്യം കണ്ടേ എടുത്തിട്ടുള്ളൂ. വന്ന ആ ഒരു സമയത്താണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഇനി ഇവർക്ക് ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും പനിയും മൂക്കൊലിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ മാസങ്ങളോളം നിൽക്കും. അപ്പം ഞാൻ ഓർത്ത് വന്നാൽ അവരായിട്ട് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ ഇന്നത്തെ അപ്പോയിൻമെൻറ്റ് തന്നു. ഞാൻ ഓർത്ത് ഇവിടെ ഇവർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂക്കൊലിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പോകത്തില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു വിൻ്റർ സമയം, ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കണ്ടീഷനൊക്കെ വെച്ച് നോക്കിയാൽ ഇവർക്ക് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരിത്. എന്തായാലും ഇന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ ശരി, നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് കാണിക്കാം. കേട്ടോ, ബൈ ബൈ പറ, പിന്നെ കാണാൻ പറ. അപ്പോൾ ദാ അങ്ങനെ സർജറി. Ready? That's it. And again. All done. Well done. ഷിറ്റുവിന് മരുന്ന് മേടിക്കാൻ വന്നതാണ്. അവർക്ക് ചെറുതായിട്ട് ഇയർ ഇൻഫെക്ഷനും ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അവൾക്ക് മരുന്ന് മേടിക്കാനായിട്ട് ഫാർമസി വന്നാൽ നമ്മളിവിടെ ഇങ്ങനെ മരുന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കുക. അപ്പോൾ ഞങ്ങൾ വാക്സിനേഷനൊക്കെ കൊടുത്തു. ഇവർക്ക് 12 മണിക്ക് വേറെ ഒരു അപ്പോയിൻമെൻറ്റും കൂടെ ഉണ്ടായിരുന്നു. ഇയർ ഇൻഫെക്ഷൻ ആയതിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റും കൂടെ ഉണ്ടായിരുന്നു. ഒക്കെ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുത്തിട്ട് കുറഞ്ഞില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഒരു അപ്പോയിൻമെൻറ്റ്. അത് 12 മണിക്കായിരുന്നു. അപ്പോൾ എന്തായാലും വാക്സിനേഷനും അപ്പോയിൻമെൻറ്റും രണ്ടും കൂടെ ഒരുമിച്ച് കഴിഞ്ഞു. അവർ പറഞ്ഞു അത് രണ്ടും കൂടെ ഒരുമിച്ച് നോക്കാമെന്നും പറഞ്ഞ് അതിനുള്ള ആളും കൂടെ വന്നിട്ട് അവളെ ചെക്കപ്പൊക്കെ ചെയ്ത് ആൻറ്റിബയോട്ടിക് കുറച്ചും കൂടെ അവർ നീട്ടി. കുറച്ച് കുറവുണ്ട് ഇയർ പെയിന്, ബട്ട് സ്റ്റിൽ പൂർണ്ണമായിട്ട് പോയിട്ടില്ല. അതുകൂടാതെ ഒരു ചെറുതായിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആൻറ്റിബയോട്ടിക് ഇച്ചിരി എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം പോയിട്ട് തിരിച്ചു വരണ്ട. ഞാൻ ഓർത്ത് ഇനി ഫ്ലൂ വാക്സിൻ കൊടുത്തിട്ട് ഇനി തിരിച്ച് വീണ്ടും അവളെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി കൊണ്ടുവരണമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. ബട്ട് എന്തായാലും രണ്ടും കൂടെ ഒരുമിച്ച് കഴിഞ്ഞുകൊണ്ട് കാര്യമായി. വീട്ടിൽ കൊച്ചവനും കുഞ്ഞും ഉണ്ട്. ഇനി ചെന്നിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കണം. ഇവളെ എന്തായാലും കുളിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ആവശ്യമായിട്ട് ഇവിടെ ഒരു ഗസ്റ്റ് വന്നു. കൊച്ചൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ സാറും മോളും ഞങ്ങൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് അവർ വന്നത്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ അടുത്തതായിട്ട് വരുന്നുണ്ട്. ഞാൻ അവർക്ക് ചെറിയ ചായ വീഡിയോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അപ്രതീക്ഷിതമായിട്ട് ഇന്നൊരു ഗസ്റ്റ് വന്നു. ആരുമല്ല, കൊച്ചൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ബാബു സാറും മോളും കൂടാണ്. ഞങ്ങൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് അവരൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇത്ര വലിയൊരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഓരോന്നായി പൊട്ടിച്ച് നോക്കണം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ടാണ് ഇത്രയും ഗിഫ്റ്റ് ഞാൻ ഒരുമിച്ച് കാണുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് 1 by 1 നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന് തുടങ്ങാം. എല്ലാ കളറും ഒരുപോലെ ആയിരിക്കുന്നത്. ഇത് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഓപ്പൺ ചെയ്യാം.
വെച്ചിട്ടോ നമ്മൾ ചെയ്യാം. ഇത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യട്ടെ. ഇത് നോക്ക്. ചോക്ലേറ്റ്. യെസ്. അപ്പൊ അതായത് ലിൻഡിന്റെ ഒരു ചോക്ലേറ്റ് പാക്കാണ്. നോക്കട്ടെ ഫ്ലേവർ ആയത് ഐറിഷ് ക്രീം. ഇത് ഐറിഷ് ക്രീം എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് സ്വീറ്റ്സിന്ന് തുടങ്ങാൻ ഓരോന്ന്. നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. ഇത് നോക്കട്ടെ എന്തോ ഒരു സുഖമൊക്കെ തോന്നുന്നു. യെസ്, ഇതൊരു ഡ്രസ്സാണ്. ഹായ്, നൈസ്. എത്ര വയസ്സുള്ള ഇങ്ങനത്തെ ഒരു ഡ്രസ്സ്. നല്ലൊരു ക്രിസ്മസ് വൈബൊക്കെ പറയാം. പിങ്കിഷ് ഡ്രസ്സ്. എത്ര മാസം മുതൽ നമുക്ക് ഇടാൻ പറ്റുമെന്നൊന്നും ബേബിയാണ്. ഇത് ഒരു വയസ്സാവുമായിരിക്കും. ചെറുതാ അല്ലേ? നമുക്ക് ഇടാം. അപ്പൊ അങ്ങനെ ഒരു ഡ്രസ്സ് വിത്ത് ഒരു ബോ. കൊള്ളാം, നൈസ് കളർ. അതവിടെ ഇരിക്കട്ടെ. അടുത്തത് അടുത്ത ഗിഫ്റ്റ് കുട്ടിക്കാം. നല്ലൊരു മെനക്കെട്ടിട്ടുണ്ട്. എത്ര പേർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതും ഒരു ഡ്രസ്സാണ്. ബ്ലാങ്ക്. ഹായ്, കൊള്ളാലോ. ചിറ്റുന് ഇതൊരു ഇതിനെന്തടി പറയണ്ടേ? ഹുഡി. ഹുഡി. അതെ, ഹുഡി കിട്ടിയിട്ടുണ്ട്. വിന്ററിനൊക്കെ ഇടാൻ പറ്റുന്ന, വിന്ററിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. ചിറ്റുന് ചേരും. അറിയാലോ. വെരി ഗുഡ്. പിന്നെ അടുത്തത് ഇതാണ് ലാസ്റ്റ് ഗിഫ്റ്റ്. ഇത് തൊട്ടിട്ട് സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഡ്രസ്സായിരിക്കും, നോക്കാം. എനിക്കുള്ളതാണ്. എനിക്കൊന്നുമല്ല, ഇത് ഡ്രസ്സും അല്ല. യെസ്, എന്തോന്ന്? ടോയ് പാവ. യെസ്. ക്യാമറമാനിന് ബുദ്ധിയുണ്ട് കേട്ടോ. ബാക്കി ആർക്കും ഇല്ല. ഇതൊക്കെ വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ അയ്യോ, ഹലോ ഹലോ കിറ്റി. ഹലോ, അവിടെ കാണിച്ചേ കാണിച്ചേ ഗിഫ്റ്റ് കാണിച്ചേ. കിറ്റി, ഒരു കിറ്റിയെ കിട്ടിയിട്ടുണ്ട്. ഹലോ കിറ്റി. ഹലോ കിറ്റി. ഹലോ കിറ്റിയുടെ ഡ്രസ്സും ഹലോ കിറ്റിയുടെ പാവയാണ്. അതെ, ശരിയാ. ഹലോ കിറ്റിയുടെ ഡ്രസ്സ്, അതിന്റെ കൂട്ടത്തിൽ ഹലോ കിറ്റിയുടെ പാവയും. ഇത് രണ്ടും കൊണ്ട് നടക്കണം കേട്ടോ. ഇതിട്ടുണ്ട്. ഓക്കെ, റെഡി? ഭംഗിയായിട്ടുണ്ട്. ആക്ച്വലി ഇന്നത്തെ എഴുതിയിട്ടുണ്ട് ഡു നോട്ട് ഓപ്പൺ അൺടിൽ December 25th. ഞങ്ങൾ ആക്രാന്തം മൂത്ത് ഞങ്ങളെല്ലാം കൂടി ഇപ്പൊ ഞങ്ങൾ പൊട്ടിച്ചു. താങ്ക് യു സോ മച്ച് ബാബു സർ ആൻഡ് ഫാമിലി. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വൺസ് അഗൈൻ താങ്ക് യു വെരി വെരി മച്ച്. സോറി, ഞാൻ എല്ലാം വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു കാർഡ് കണ്ടത്. അപ്പൊ അതും കൂടെ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ക്രിസ്മസ് കാർഡ്, ക്രിസ്മസ് വിഷസ് എന്നൊക്കെ പറഞ്ഞ് ടു ബിൻസ് ആൻഡ് ഫാമിലി. നൈസ് ക്യൂട്ട് ക്രിസ്മസ് കാർഡ് തന്നിട്ടുണ്ട്. മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ്. നൈസ്. അപ്രതീക്ഷിതമായിട്ട് ഒരു നല്ലൊരു ഗിഫ്റ്റ് പാക്ക് തന്നെ വന്നു ക്രിസ്മസിന് മുമ്പ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇതാ ഇവിടെ ചുട്ടുമോള് കേക്ക് പാക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കില്ല. കൊജൻ്റെ കമ്പനിയിൽ 2-3 പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസിൻ്റെ ഒരു ഭാഗമായിട്ട് കൊടുക്കാനായിട്ടാണ് കൊജൻ്റെ പ്ലാനാണ്. ഇന്ന് രാവിലെ 70 കേക്കൊക്കെ കൊണ്ടുവന്ന് പാക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാനത് ടുട്ടുമോളെ ഏൽപ്പിച്ച്. അവൾ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര ബെസ്റ്റാണ്. ഐ എം ഇൻട്രസ്റ്റഡ്. അതുകൊണ്ട് പിന്നെ എൻ്റെ കാര്യം എളുപ്പമായി. നമ്മൾ ഇങ്ങോട്ട് വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ, അങ്ങോട്ടും കൊടുക്കണ്ടേ. ഷിട്ടു ഉണ്ട് അവിടെ ഹെൽപ്പ് ചെയ്യാൻ. അവൾ ഹെൽപ്പിനേക്കാട്ടിലും കൂടുതൽ ജോലിപ്പാട് ഉണ്ടാക്കുകയാണ് അവിടെ ഇരുന്നത്. നെച്ചുമോൾ ഇവിടെ കിടന്ന് കളിക്കുന്നു. കുറുക്കൊക്കെ കൊടുത്തു. താങ്ക് യു സോ മച്ച്.
ഇപ്പോൾ ഇവിടെ എല്ലാ ഗിഫ്റ്റ്സും പാക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നുമല്ല, കേക്കായത്, പ്ലം കേക്ക് 2-3 പേർക്ക് കൊടുക്കാനുണ്ട്. 2-3 പേരൊക്കെ നമുക്ക് ഗിഫ്റ്റ് തരുമ്പോൾ നമ്മൾ അവർക്കൊരു എന്തായാലും അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പ്രൊഫഷണൽ ലുക്ക്, വെരി ഗുഡ്. താങ്ക് യു. ഷിട്ടു ഇവിടെ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മതി കത്രിക വെച്ച് കളിച്ചതെങ്കിൽ കത്രിക. ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. മോരുകറിയുണ്ട്, താറാവ് കറിയുണ്ട്, ഇവിടെ കുറച്ച് പൊട്ടറ്റോ മെഴുക്കുരട്ടിയാ ടുട്ടുമ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്ന് അവിടെ വകയാണ് പൊട്ടറ്റോ മെഴുക്കുരട്ടി. എന്തായാലും ഞാൻ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. ഹലോ കിറ്റി. ഹലോ കിറ്റിയാ? ഹലോ കിറ്റി. ഹലോ കിറ്റിയാ കിട്ടു. കിറ്റിനെ കാണിച്ചേ. കിറ്റി എന്തേ കാണിച്ചേ, ഇങ്ങനെ കാണിച്ചേ, എടുത്ത് കാണിച്ചേ. ഇങ്ങനെ ഹലോ കിറ്റി. ചോറുണ്ടോ? ഉണ്ടോ? പിന്നെന്ത് ചെയ്തു? കഴിച്ചു, വെള്ളം കുടിച്ചു. പിന്നെ ചോക്ലേറ്റ് കഴിച്ചു. പിന്നെന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ പോയി. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുത്തിട്ടില്ല, എനിക്കറിയാം. ബിക്കോസ് ഞാൻ വൈകുന്നേരം ഒരു ചായ കുടിക്കുന്ന ആ സമയം മുതലുള്ളതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നിച്ചു എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ട്. കഴിഞ്ഞോ നിന്റെ? അപ്പോൾ ഷിട്ടു അപ്പുറത്ത് പോയേക്കുവാണ് ടുട്ടുമോളുടെ കൂടെ. കുറച്ച് കഴിഞ്ഞ് വരും. പൊതുവേ വൈകുന്നേരമൊക്കെ നോർമൽ റൂട്ടീൻ തന്നെയാണ്. പിന്നെ കണ്ടില്ലേ, ഈ അലപ്പും വേളമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ പൊതുവെ മറന്നു പോകും. ഫോണെടുത്ത് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ, ഡേ ഇൻ മൈ ലൈഫ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനങ്ങ് മറക്കും. ഇപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട്. പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലിപ്സ് എടുക്കാനും മാത്രമൊന്നും സംഭവിച്ചിട്ടുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയും വീഡിയോ എടുത്ത് പോയേനെ. പൊതുവേ വൈകുന്നേരം ചായ കുടിക്കുന്നു, അത് കഴിഞ്ഞ് കുളിക്കാൻ പോകുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. ഇതൊക്കെ തന്നെയാണ് ഇന്ന് നടക്കുന്നത്. അപ്പം ഇന്നും ഇതൊക്കെ തന്നെയായിരുന്നു നടന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഇറ്റ്. അത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ് അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.